കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും. അതിനായി തിരഞ്ഞെടുക്കാം 15 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ. നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ്സ്. ആധുനിക ലേസറുകളായ ഡയോഡ് ലേസർ, കാർബൺ ലേസർ, ഫ്രാക്ഷണൽ ലേസർ, പിഗ്മെന്റേഷൻ ലേസർ, പിക്കോ ലേസർ, ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി GFC ട്രീറ്റ്മെന്റ്, PRP ട്രീറ്റ്മെന്റ്, കഷണ്ടിക്കും മുടികൊഴിച്ചിലിനും ശാശ്വത പരിഹാരം, ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും, ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ്. ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ്, ഹൈഫു ട്രീറ്റ്മെന്റ്, ബോട്ടോക്സ്, ഫില്ലേഴ്സ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി, പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ. കോൺടാക്ട് നമ്പർ 9947549050 7306384768. കാരാട്ടുകുറി ചിട്ടി തട്ടിപ്പ് ഉടമകളിൽ ഒരാളും ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ സ്വദേശിയുമായ ശ്രീജിത്ത് അറസ്റ്റിൽ. പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപയുമായി മുങ്ങിയ ഉടമകളായ സന്തോഷ്, മുബഷീർ എന്നിവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. പാലക്കാട് മഞ്ഞക്കുളം പള്ളിക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന കാരാട്ടുകുറിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രൈവറ്റ് സ്ഥാപനത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ ചിട്ടി നിക്ഷേപം സ്ഥിരീകരിച്ച് തട്ടിപ്പ് നടത്തിയ പരാതിയിലാണ് പാലക്കാട് പോലീസ് ശ്രീജിത്തിനെ പിടികൂടിയത്. ഞായറാഴ്ച വൈകുന്നേരത്തോടെ പൂക്കോട്ടുമണ്ണയിലെ വീട്ടിലെത്തി ശ്രീജിത്തിനെ പിടികൂടി പാലക്കാട് ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മണ്ണാർക്കാട്, പട്ടാമ്പി, ഒറ്റപ്പാലം എന്നിവിടങ്ങളിലും കാരാട്ടുകുറിസിന്റെ ബ്രാഞ്ചുകളുണ്ട്. പാലക്കാട്, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലായി 14 ബ്രാഞ്ചുകളുണ്ട്. കഴിഞ്ഞ 19-നാണ് നിലമ്പൂരിലെ ധനക്ഷേമനിധി കാരാട്ടുകുറിസ് ഉൾപ്പെടെ 14 ബ്രാഞ്ചുകളും പൂട്ടി കോടികളുമായി സന്തോഷും മുബഷീറും മുങ്ങിയത്. അന്ന് വൈകുന്നേരം തന്നെ നിക്ഷേപകരും ജീവനക്കാരും നിലമ്പൂർ DYSP ഓഫീസിലെത്തി പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസിന് ഇതുവരെ മുങ്ങിയ പ്രതികളെ പിടികൂടാനായിട്ടില്ല. ജീവനക്കാരും നിക്ഷേപകരും നിലമ്പൂരിൽ വാർത്താസമ്മേളനം നടത്തി കമ്പനി ഫോർമാൻമാരായ ശ്രീജിത്ത്, അനീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ സന്തോഷിനെയും മുബഷീറിനെയും പിടികൂടാമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ശ്രീജിത്തിന്റെ വീട്ടിലേക്കും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കും പ്രതിഷേധവുമായി നിക്ഷേപകരും ജീവനക്കാരും എത്തിയിരുന്നു. എന്നാൽ ശ്രീജിത്തിനെ പിടികൂടാൻ നിലമ്പൂർ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് പാലക്കാട് പോലീസ് ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്തത്. ശ്രീജിത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് കാരാട്ടുകുറിസിന്റെ മറവിൽ ഉടമകൾ നടത്തിയത്. N4 ന്യൂസ്, നിലമ്പൂർ. കിഴക്കൻ ഏറനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ 1000-ൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിമിര ശസ്ത്രക്രിയ, വെട്രിയോറെറ്റിന, കോർണിയ, പീഡിയാട്രിക് ഒപ്തൽമോളജി, ഗ്ലൂക്കോമ, ജനറൽ ഒഫ്തൽമോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501 0493 122 1501.